ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെയും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മല്ലികാമയും ചിത്തിരയും കൊല്ലുന്നതിന് വേണ്ടി നായിക്ക് ഒരു വാടക കൊലയാളിയുമായിട്ട് പ്രതിഭയുടെ മുമ്പിലേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പ്രതിഭ പറയുന്നുണ്ട്, പൊങ്ങച്ചൊന്നും ആരും പറയേണ്ട, കാര്യങ്ങൾ ചെയ്ത് കാണിച്ചേ മതിയാവുള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ വാടക കൊലയാളി പറയാട്ടോ ചെയ്യുന്നത്, എനിക്ക് അവകാശവാദങ്ങളൊന്നുമില്ല, എല്ലാം ഞാൻ ചെയ്ത് കാണിക്കുമെന്ന് പറയും. 4 കൊലപാതകം ചെയ്ത ആളാണ് മാഡം, അതുകൊണ്ട് നിസ്സാരമായിട്ട് കരുതണ്ട എന്ന് നായിക്ക് പറയുന്നു. അതിൽ രണ്ടും എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എല്ലാം ശരി തന്നെ, പക്ഷേ അത് ബുദ്ധിയും അതുപോലെ തന്നെ ഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്ന 2 പേരാണ് മല്ലികയും ചിത്തിരയും. നിങ്ങൾ കത്തി എറിയുമ്പോൾ ഉണ്ടല്ലോ അത് പൂവായിട്ട് മാറുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പം നായിക്ക് പറയുന്നുണ്ട്, ഇപ്രാവശ്യം നമ്മുടെ പ്ലാനിങ് നടക്കും, നമ്മൾ വിചാരിച്ച പോലെ സന്തോഷകരമായൊരു ന്യൂ ഇയർ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറയുന്നു. അയാളെ കണ്ടിട്ട് കൊള്ളാമെന്നൊക്കെ തോന്നുന്നു പ്രതിഭ പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് ഇവിടെ മല്ലികാമയും ചിത്തിരയും നാളെ പുതിയ വീടിൻ്റെ പാലുകാച്ചലിന് വേണ്ടിയിട്ട് മഹേഷിനെയും ഹരിയെയും അതുപോലെ രാഗിണിയൊക്കെ വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണമെന്നും ഒക്കെ ഹരിയോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് സുജയും വിളിക്കുന്നുണ്ട് പാലുകാച്ചി ചടങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഷാജിയും സുജയും അതുപോലെ മഹേഷിനെയും മാത്രമേ മല്ലികാമയും ചിത്രയും വിളിക്കുന്നുള്ളൂ. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി ഐശ്വര്യമായിട്ട് ക്യാപ്റ്റൻ കൊടുത്ത പുതിയ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറുക കേട്ടോ ചെയ്യുന്നത് മല്ലികാമയും ചിത്രയും കൂടെ. എന്തായാലും മല്ലികാമയ്ക്ക് ചിത്രയ്ക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. ഒരു വലിയ വീടൊക്കെ തന്നെ കേട്ടോ, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഇനി ഒന്നിനു വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, വാടക വീട്ടിൽ കിടക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ചിത്രയുടെയൊക്കെ മനസ്സിൽ നല്ല സന്തോഷമാണ്. പുതിയൊരു വർഷം, പുതിയൊരു തുടക്കം, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചിത്തിരയും മല്ലികാമയും അതിനെ കാണുന്നത്. ഇവിടെ പ്രതിഭയും വിനയനും കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള സെറ്റപ്പിൽ തന്നെയാണ് കേട്ടോ. പുതിയ വീട്ടിൽ പാലുകാച്ചി നടത്തി അവൾ കയറി കാച്ചിരുന്നത്. പക്ഷെ അവൾ അറിയുന്നില്ലല്ലോ അവൾക്ക് പുതിയ വീട്ടിൽ കാത്തിരിക്കുന്നത് മരണമാണെന്ന്. എന്തായാലും രണ്ടിൻ്റെയും മരണം ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയും. നമുക്ക് ആഘോഷിക്കാനുള്ള വകയുണ്ട് മോനെ, നിൻ്റെ ആഗ്രഹം തന്നെയാണ് ഞാൻ സാധിച്ചു തരുന്നതെന്നും ഇതോടുകൂടി രണ്ടിൻ്റെയും ശല്യം തീരുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വിനയന് സന്തോഷമാവുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ക്ഷണിച്ച ഓരോരുത്തരായിട്ട് മല്ലികാമ്മയുടെയും ചിത്തിരയുടെയും പുതിയ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആദ്യം എത്തുന്ന സുജി കേട്ടോ. സുജിയെ കാണുമ്പോൾ ചിത്തിരയ്ക്ക് വളരെ സന്തോഷമാകുന്നു. ചിത്തിര ഓടിച്ചെല്ലുന്നു. ഒരു സമ്മാനവുമായിട്ടാണ് കേട്ടോ സുജ വരുന്നത്. കാരണം പാലുകാച്ചാണല്ലോ, എന്തെങ്കിലും സമ്മാനം കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഒരു സമ്മാനവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ സുജയുടെ അടുക്ക മല്ലികാമ്മ പറയുന്നുണ്ട്, ദേ ഇവൾ ക്യാപ്റ്റൻ്റെ അടുക്കലേക്ക് പോയപ്പോഴത്തേക്കും കയ്യും വീശിയായിരുന്നു പോയത്. ഇപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും കണ്ടില്ലേ, ഈ ഒരു വീടും കൊണ്ടാണ് വന്നത്. എന്തായാലും പുതിയ വർഷത്തിൻ്റെ തുടക്കം നന്നായി എന്നൊക്കെ പറഞ്ഞവർ സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ കേക്കൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാരണം വരുന്നവർക്കൊക്കെ കേക്ക് മുറിച്ച് ആഘോഷിക്കണം, ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ കരുതിയിട്ടുള്ള ചെറിയ ആഘോഷം തന്നെയാണ് കേട്ടോ നടന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മല്ലികാമ്മ. ആ കേക്ക് കൊടുക്കാൻ വരുന്നത് ആ നായിക്കിൻ്റെ കൊലയാളിയാണ് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അയാൾ വന്നിട്ട് ആ കേക്ക് കൊടുക്കുന്നു. ആ കേക്കിൽ ഉറപ്പായിട്ടും വിഷം കലർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബോംബ് വെച്ചിട്ടുണ്ടാവും. എന്തായാലും വിഷം തന്നെ ആവാനാണ് സാധ്യത. അവിടെ വരുന്നവരെ എല്ലാവരെയും കൊല്ലുന്ന രീതിയിലുള്ള സെറ്റപ്പാണ്. കേക്ക് കൊടുത്തതിന് ശേഷം ആ കൊലയാളി വളരെ ക്രൂരമായ പാപത്തിൽ നോക്കിക്കൊണ്ട് അവിടുന്ന് പടിയിറങ്ങുക കേട്ടോ ചെയ്യുന്നത്. ഇന്ന് നിങ്ങളുടെ 2 പേരുടെയും കഥ കഴിയുമെന്നുള്ള ഭാവത്തിൽ. അങ്ങനെ ആ വിഷം കലർത്തിയ കേക്ക് മല്ലികാമ്മ അകത്തേക്ക് കൊണ്ട് വെക്കുക കേട്ടോ ചെയ്യുന്നത്. അതിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇയാൾ പ്രശ്നക്കാരനാണെന്നോ ഒന്നും തന്നെ മല്ലികാമ്മയ്ക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും സന്തോഷകരമായിട്ട് ആ കേക്കുമായിട്ട് അകത്തേക്ക് പോകുന്നു. ആരൊക്കെ മരിക്കുമെന്നോ ഇനി മല്ലികാമ്മയും ചിത്തിരയും എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. എന്തായാലും മല്ലികാമ്മയ്ക്കും ചിത്തിരയ്ക്കും അപകടമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ വേറെ ആർക്കെങ്കിലും ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ സാധ്യതയില്ല.